ചേച്ചി ഈ ചാലയിൽ പുരുഷൻ എന്ന് പറഞ്ഞ ആളറിയോ? ചാലയിൽ പുരുഷനോ? ഇതിലുണ്ട്. ച പു ഉ പ മ 150 പറ്റ്. ഇതെന്ത് ഭാഷയത്? ഇവിടെ തരുമോ? ഞാൻ പറഞ്ഞുതരാം. ചാലയിൽ പുരുഷൻ, ഉപ്പ് പരിപ്പ് മല്ലി 150 പറ്റ്. ഇത് മനസ്സിലായില്ലേ വായിച്ചിട്ട്? എന്താ മലയാളം വായിക്കാൻ അറിയില്ലേ? എനിക്ക് വായിക്കാൻ അറിയണ്ടല്ലോ. 6 മാസം ഞാൻ ഈ പുരുഷനെ അന്വേഷിച്ച് വന്നു തുടങ്ങിട്ട്. ഒരു പുരുഷനെ അന്വേഷിച്ച് വന്നിക്കണു. കക്കിയേ കാശ് കൊടുത്ത അച്ചാർ മേടിക്കാൻ ഞാൻ തൊലിക്കേ. എന്തിനു ഇയാളെന്തൊക്കെ പറയണേ? ഞാൻ നാരങ്ങയുടെ തൊലി കക്കണ കാര്യം പറയണേ. അതെ ചേച്ചി, അയാളൊന്ന് കാണാൻ പറ്റുമോ? അയാളല്ലേ പോണേ? കണ്ണൂടെ ഇയാളല്ല, ആ പുരുഷനൊന്ന് കാണാൻ പറ്റുമോ? ആ പുരുഷ അയാളുടെ കൂടെ പോയാ മതി. ഹലോ, ആ പുരുഷനൊന്ന് കാണിച്ചു തരുമോ? ഏത് പുരുഷൻ? ചാലയിൽ പുരുഷൻ. ചാലയിൽ പുരുഷൻ. എന്റെ സാറേ, പുരുഷന്റെ കഥ പറഞ്ഞ വലിയൊരു കഥയാ. അവന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മുടെ മതിക്കുന്ന് അമ്പലക്കുളത്തിലെ 3:30 ഒരു കുളിയുണ്ട്. അവന്റെ ചെരുപ്പ്, ആ ചെരുപ്പ് തേച്ച് മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, അത് തുള്ളി ഉള്ളിൽ ചെന്നാൽ പിന്നെ സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. മനസ്സിനൊരാനന്ദം, അത് തുള്ളി ഉള്ളിൽ ചെന്നാൽ പിന്നെ സ്വർഗലോകമാണടോ, സ്വർഗലോകമാണടോ. എന്റെ ദൈവം, ഇത് വിട്ടാ അടുത്ത പ്രളയം വരുന്നവരെ ഇടേണ്ടതാ തേങ്ങര മൂട്. അവൻ കുടിച്ചില്ല. അവന്റെ ചെരുപ്പ് തേച്ച് ഇപ്പൊ ആ കമ്പനിക്കാര് വരെ കണ്ട അറിയില്ല അതിന്റെ നിറ ഏതാ പറയുക. അതാണ് ആ ചെരുപ്പിന്റെ 2 വാറുകളുണ്ടല്ലോ, ദിപ്പ വിടും എന്നതാണ് പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ സാറേ. ഇതെന്തൊരു കഷ്ടം നോക്കിയത്. മനുഷ്യർ അത്യാവശ്യം പോകാൻ പറ്റുന്ന ഈ ചെരുപ്പ് കാരണം. മൂട് ഒന്ന് ശരിയാവേ സാറ് നടക്ക് പെട്ടെങ്കിലും സാറേ, വെള്ളത്തിൽ വിടണ്ടാട്ടാ. ഈ സന്ധ്യാസമയത്തേ ഇവിടെ ഒരു കുളിന്റെ ആൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും. ദേരിക്കണ് അവന്റെ ചെരുപ്പ് ഇവിടെ. ഇതെന്തെങ്ങനെ പൂട്ടി വെച്ചത്? ഇത് മോസാപ്പട്ടാമയുടെയും കോട്ടിമാലയുടെയും ഭൂപടം പോലെ ഉണ്ടല്ലോ. അത് വലിയ 2 രാജ്യങ്ങളല്ലേ ഉണ്ട് സാറേ. ആരെങ്കിലും കയ്യേറിയല്ലോ അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പുരുഷനെന്താ ജോലി? പുരുഷനാ എന്താ ജോലി വേണോ ചോദിച്ചാ? തെങ്ങർക്കം. തെങ്ങ് കയറിയാ മാത്രം മതിയാ, ഇറങ്ങണ്ട. എന്റെ പുരുഷോ ആള് പഞ്ചായത്തിൽ നിന്ന് വന്നേക്കണതാ. പഞ്ചായത്തിന്നാ? അതെ, പഞ്ചായത്തിൽ നിന്ന്. ഞാൻ എന്റെ വീട്ടിലെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാ. എന്റെ വീട്ടിലത്തെ സെൻസസ് എന്തിനാ സാർ എടുക്കുന്നത്? സെൻസസ് അല്ലടോ, സെൻസസ്. അതായത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് പുരുഷു കൃത്യമായ ഉത്തരം തരണം. സാറ് ചോദ്യങ്ങൾ ചോദിച്ചോ, എനിക്കറിയാവുന്ന ഉത്തരമൊക്കെ ഞാൻ സാറിന് പറഞ്ഞുതരാം. സാറ് പരീക്ഷ എഴുതിയ എല്ലാ ഉത്തരം എഴുതിയിട്ട് സാറ് രക്ഷപ്പെടും. സാറ് എത്ര ചോദ്യം വേണമെന്ന് ചോദിച്ചോ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ നന്നായി കിടക്കണം, കണ്ടാ മതി. എന്റെ പുരുഷോ, നീയാണ് നടന്നേ ചള്ളി അടിക്കാണ്ട്. അയ്യോ, എന്റെ ചെരുപ്പെടുത്തില്ല.
ഇതെന്തുട്ടത് ലോകബാങ്കിന്റെ ലോക്കറാ പൂട്ടി വയ്ക്കാൻ കണ്ടാ ദൈവേ. എന്റെ ദൈവേ. നടക്ക്. അല്ല സാറേ, ഈ പഞ്ചായത്ത് മേളക്ക് ആന പാപ്പാനെതിരെ കേസ് കൊടുത്തെന്ന് പറയുന്നില്ല. ഈ ആന പോലീസാ അതെ കോടതിയാ? ഓ എന്റെ പുരുഷോ, നിന്നെ കൊണ്ട് തോറ്റു. ഈ നാട്ടുകാർ മുഴുവൻ തോറ്റു. നടന്ന് ദൈവമേ. പുരുഷന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? എന്റെ വീട് ഇവിടെ അടുത്താ. എന്റെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടേ. അതിന് വീട്ടിലേക്കൊന്നും പോണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. സാറിന് എന്താ വേണമെന്ന് ചോദിച്ചോ, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. വാ, ഇവിടെ ഇരിക്കാം. എന്താ പേര്? പുരുഷു. പുരുഷു. ഭാര്യയുടെ പേര്? വനിത. വനിതയാ? ആ, വനിത. മുഴുവൻ പേര്? വനിത പുരുഷൻ. ആ, വനിത പുരുഷൻ. വർഗം? വർഗ മനുഷ്യവർഗം. അതല്ലടോ, സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷൻ. എന്താ സാറിന് സംശയം? എന്താ ജാതി? ജാതിയാ? ജാതി ചോദിക്കരുന്ന് സാറിന് അറിയില്ലേ? ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് വനിത. അപ്പൊ ഭർത്താവിന്റെയോ? പുരുഷൻ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. അതെ, നാളെ കാലത്ത് പുരുഷനും വനിതയും കൂടിയിട്ട് പഞ്ചായത്തിലേക്ക് 10 മണിയാവുമ്പോ ഐഡന്റി കാർഡ് കൊണ്ട് വന്നോളൂട്ടാ. പ്രാന്തുള്ള ആൾക്കാരാണ് പഞ്ചായത്തിൽ ജോലിക്ക് എടുത്തിന്. പണ്ടാറ അങ്ങനെ ഈ ചേപ്പിന്റെ പാറ് പിന്നെയും പൊട്ടില്ല പണ്ടാറ പിടിക്കാനായിട്ട് എങ്ങനെ പൊട്ടുടാ